ഹലോ. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ടെസ്റ്റ് ട്രിഗർ എന്നാണ് ഡെഫിനിഷൻ. പ്ലാനിങ് ഈസ് ദ ഫണ്ടമെൻ്റൽ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഇസ് കൺസേൺ വിത്ത് തിങ്കിങ് ബിഫോർ ഡൂയിങ് ആൻഡ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ ആൻഡ് ഹൂ ഈസ് ടു ഡു ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് പ്ലാനിങ് ഇസ് ദ ഫണ്ടമെൻ്റൽ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. എന്ന് പറയുമ്പോൾ അത് പ്രൈമറി ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ വരുന്നത് പ്ലാനിങ് ആണ്. പ്ലാനിങ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇല്ല. അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ് മെയിനായിട്ട് അടുത്ത് വരുന്നത്. ഒന്ന്, വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്. സെക്കൻഡ്, ഹൗ ഈസ് ടു ബി ഡൺ, അത് ഒരു മെത്തേഡ് കിട്ടിയാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ തേർഡ് വരുന്നത് വെൻ ഈസ് ടു ബി ഡൺ, അതായത് അത് എപ്പോഴാണ് ചെയ്യേണ്ടത്. ഒരു സാഹചര്യം കിട്ടുമല്ലോ, അപ്പോൾ അത് എപ്പോഴാണ് ചെയ്യേണ്ടത്. പിന്നെ നാലാമത്തെ ഹൂ ഈസ് ടു ഡു ഇറ്റ്, അത് ആര് ചെയ്യും. അങ്ങനെ 4 കാര്യങ്ങളാണ് പ്ലാനിങ് എന്ന കാര്യത്തിൽ വരുന്നത്. പിന്നെ നമുക്ക് നോക്കാവുന്നത് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് ഇൻവോൾവ്സ് certain steps like determination of objectives and development of policies, programs and procedures to achieve the objectives of organization. അതായത് ഒരു certain ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാനിങ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വരുന്നത് ഇറ്റ് ഇസ് ഫ്യൂച്ചറിസ്റ്റിക്. ഫ്യൂച്ചറിസ്റ്റിക് അർത്ഥം നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ദീർഘവീക്ഷണം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. പ്ലാനിങ് ഇസ് കൺസേൺഡ് വിത്ത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഇസ് ടു ബി ഡൺ. ഇറ്റ് ഇസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. ഇറ്റ് ഇസ് എ പ്രോസസ് വിച്ച് ഇസ് എയിംഡ് അറ്റ് ഡിറ്റർമൈനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ സോ ആസ് ടു അച്ചീവ് ദ ബെസ്റ്റ് റിസൾട്ട്സ് ഫോർ ദ എൻ്റർപ്രൈസ്. സോ പ്ലാനിങ് ഇസ് ദ പ്രിപ്പറേഷൻ ഫോർ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്കുള്ളൊരു ഒരുക്കമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാനിങ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സംഭവം പ്ലാൻ ചെയ്താൽ ഫ്യൂച്ചറിൽ അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതല്ല, നമ്മൾ ഒരു കാര്യം അത് അതിലേക്ക് പ്ലാൻ ചെയ്താൽ ഫ്യൂച്ചറിൽ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഊഹം, അതായത് ഒരു പ്ലാൻ്റെ ലേ ഔട്ട് നമുക്ക് കിട്ടും. എങ്ങനെ, അതായത് ഒരു പർട്ടിക്കുലർ കാര്യത്തിൻ്റെ ലേ ഔട്ട് നമുക്ക് കിട്ടും എങ്ങനെ, ഈ പ്ലാനിങ്ങിലൂടെ. പിന്നെ വരുന്നത് ഇറ്റ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് ഇറ്റ് ഇസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, അത് നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിതൗട്ട് പ്ലാനിങ് ആൻ ഓർഗനൈസേഷൻ cannot work to achieve the goals. It is thus the first function of management and is rightly called as an essence of management. പിന്നെ അത് പറയുന്നത് ഇങ്ങനെയാണ്, അത് ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഫംഗ്ഷനാണ്. നമ്മൾ അടിത്തറ എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അതുപോലെ ഒരു മാനേജ്മെൻറ്റിൻ്റെ അടിത്തറയാണ് പ്ലാനിങ്. പ്ലാനിങ് ഇല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റ് നടക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഫോർത്ത് വൺ, പ്ലാനിങ് ഇസ് എ മെൻ്റൽ ആക്ടിവിറ്റി. പ്ലാനിങ് ഇസ് തിങ്കിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഇസ് ടു ബി ഡൺ. So it is the intellectual process. It is the conscious determination of course of action to achieve objectives. അത് പറയുന്നത് പ്ലാനിങ് ഇസ് എ മെൻ്റൽ ആക്ടിവിറ്റി. അതായത് നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു മേഖലയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിൽ ഒരുപാട് ചിന്തിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്ലാനിങ് ഫ്യൂച്ചറിസ്റ്റിക്. അതിനകത്ത് പറയുന്നതും ഇങ്ങനെ ഒരുപാട് ചിന്തിക്കണം എന്നാണ്. ചിന്തിച്ചാൽ നമുക്ക് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയും പറയുന്നത് അങ്ങനെയാണ്, ഇറ്റ് ഇസ് എ മെൻ്റൽ ആക്ടിവിറ്റി, ഒരുപാട് ചിന്തിക്കാനുണ്ട്. പിന്നെ വരുന്നത് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. It is a continuous and permanent process. It never ends. A manager makes plans and also modifies the old plans according to the information received from the person who are responsible to execute it. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ മാനേജർ മാറിയാലും അതിനകത്ത് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതിലൊരു അവസാനമില്ല. അത് അവസാനിക്കണമെങ്കിൽ കമ്പനി സ്റ്റോപ്പ് ചെയ്യണം, എന്നാലാണ് പ്ലാനിങ് അവസാനിക്കുള്ളൂ. അപ്പോൾ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. പിന്നെ വരുന്നത് ഇറ്റ് ഇസ് ഡൈനാമിക്. ഇറ്റ് ഇസ് എ ഡൈനാമിക് പ്രോസസ്സ്. The entire planning is done on the basis of some assumptions which may not be correct or true in the future. So the management wants to revise, modify and adjust plans as per the existing circumstances. So it is a dynamic function. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ പ്ലാനിങ് എന്ന് പറയുന്ന സംഭവം നമുക്ക് എക്സാക്റ്റ് എന്താണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചിന്തിച്ചെടുക്കുന്നത് ചിലപ്പോൾ തെറ്റാം, ചിലപ്പോൾ ശരിയാവാം. അത് ചില അസംഷൻസിൻ്റെ ബേസിസിലാണ് അത് നമുക്ക് ഈ പ്ലാനിങ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് പ്ലാനിങ് ഇസ് പെർവസീവ്. All levels of management, whether top or middle or lower, are engaged in the process of planning. Top level management plans for the whole organization. Department level managers plan and take decisions related with their own departments. So proper planning is necessary at all levels for the smooth functioning of the organization. അത് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ ലെവൽസിലും, അതായത് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ, 3 ലെവലും, ഈ പറഞ്ഞ 3 ലെവലിലും പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അവിടെ നമുക്ക് ഓർക്കാൻ പറ്റുന്നത് എന്താണ്, പ്ലാനിങ് ഇസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് എ മാനേജ്മെൻറ്റ്. അപ്പോൾ എല്ലാ ലെവൽസിലും, ഈ പറഞ്ഞ 3 ലെവൽസിലും പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ് ഇല്ലെങ്കിൽ ഈ 3 ലെവലിലും ഒന്നും നടക്കില്ല. നടക്കും,
പക്ഷേ അതിനൊരു ഓർഡർ ഉണ്ടാവില്ല. മാത്രമല്ല അതൊരു സുഗമമായൊരു സംഭവിക്കില്ല. ഈ ബാക്കിയുള്ള ലെവൽസിൽ ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. അത് ചിലപ്പോൾ നമ്മൾ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എത്തണമെന്നില്ല പ്ലാനിങ് ഇല്ലെങ്കിൽ. പിന്നെ വരുന്നത് ഇറ്റ് ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. There are a number of alternative courses of action to achieve specific objectives of organization. Some of them may be feasible and others not. Planning involves selection of best course of action from a number of alternative courses of action. അതായത് അതിനകത്ത് പറയുന്നത് നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ നമുക്ക് ഒന്നിലധികം മെത്തേഡ്സ് ഉണ്ടാവും. ആ മെത്തേഡ്സ് ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് ഈ പ്ലാനിങ്ങിനോട് സാധിക്കും. അതിന് ഗുണമെന്ന് വെച്ചാൽ അതിനെ മനസ്സിലാക്കി നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ടൈം, കോസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിനകത്ത് പ്ലാനിങ് ഇറ്റ് പ്ലേസ് എ ബിഗ് റോൾ ഇൻ ദാറ്റ്. പിന്നെ 9ാമത്തെ വരുന്നതാണ് ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. പ്ലാനിങ് ഷുഡ് നോട്ട് ബി റിജിഡ്. ദ മാനേജ്മെൻറ്റ് ഷുഡ് ബി ഏബിൾ ടു മേക്ക് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റൻസസ്. അടുത്ത് പറയുന്നത് പ്ലാനിങ് ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. അതായത് അത് വഴങ്ങിയേ പറ്റും ചില കാര്യങ്ങൾക്ക്, അല്ലാണ്ട് അത് ഉറച്ച് എപ്പോഴും നിൽക്കരുത്. പിന്നെ 10ാമത് വരുന്നത് ഇറ്റ് ഷുഡ് ബി പാർട്ടിസിപ്പേറ്റീവ്. It is not done by an individual. Different persons may contribute to the formulation and final direction of a major plan of action. എന്ന് പറയുന്നത് it should be participative. അതായത് ഒരാൾ മാത്രമല്ല പ്ലാനിങ് ചെയ്യുന്നത്, എല്ലാവരും ഒരുമിച്ചാണ്. അപ്പോൾ എല്ലാവരുടെ ഒപ്പീനിയൻസ് നമ്മൾ കണക്കിലെടുത്താണ് ഒരു സംഭവം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ അതിനകത്ത് വേണം. നെക്സ്റ്റ് വരുന്നത് it is to be directed towards efficiency. The main purpose of planning is to increase efficiency of the organization. It is done by way of planning the activities and determine the goals and objectives precisely. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് പ്ലാനിങ് നടത്തുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിക്ക് വേണ്ടിയായിരിക്കണം. അപ്പോൾ എഫിഷ്യൻസി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. അതായത് the more output we can achieve with the given amount of inputs, the more efficient we are. അതാണ് ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് എന്ന വാക്കിന് അർത്ഥം വരുന്നത്. കുറച്ച് സാധനങ്ങൾ വെച്ച് കൂടുതൽ ഇൻപുട്ട്, അതാണ് ഇവിടെ അവർ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളെ നമുക്ക് എഫിഷ്യൻ്റ് എന്ന് പറയാം. അടുത്ത 12th and last one, planning is forward looking. It is primarily concerned with looking into future. It requires forecasting of future situation in which the organization has to function. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്ലാനിങ് ഇസ് ഫ്യൂച്ചറിസ്റ്റിക്. അത് ഡെഫിനിഷൻ തന്നെയാണ് ഇതിലും വരുന്നത്, അത് മീനിങ് തന്നെയാണ് ഇതിലും വരുന്നത്. അതായത് ഭാവിയിലേക്ക് നോക്കുന്നു, പാസ്റ്റിലേക്കല്ല. പ്ലാനിങ് ഉപയോഗിച്ച് നമ്മൾ മുമ്പോട്ടാണ് നോക്കുന്നത്. അത് ഇപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്കിപ്പോൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റായി പ്ലാൻ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് ചിന്തിക്കണം, മുമ്പോട്ട് തന്നെ ചിന്തിക്കണം. അതായത് പുറകോട്ട് ചിന്തിക്കണ്ട എന്നല്ല, പുറകോട്ട് ചിന്തിക്കണം, പക്ഷേ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മുമ്പിലാണ്. പുറകോട്ട് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട്, ആ റിസൾട്ട് നമ്മൾ നോക്കണം. അതിൽ നമ്മൾ ഉപയോഗിച്ച മെഷേഴ്സ്, ടെക്നിക്സ് അതൊന്നും നോക്കിയിട്ട് അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അത് ഫ്യൂച്ചറിലേക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ. എങ്ങനെ? നേരത്തെ പറഞ്ഞ പോയിൻ്റ്, ഇറ്റ് ഇസ് ടു ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് എഫിഷ്യൻസി. ലെസ് ഇൻപുട്ട്, മോർ ഔട്ട്പുട്ട്. അതാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് വരുന്നത്. അടുത്തൊക്കെ നോക്കുന്നത് പ്ലാനിങ് പ്രോസസ്സാണ്. നമുക്കറിയാം എന്തൊരു കാര്യത്തിനാണെങ്കിലും ഓരോ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടാവും. ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻക്ലൂഡ്സ് പ്രോസസ്സ് ഓർ എ സ്റ്റെപ്പ്. അപ്പോൾ നമുക്കിവിടെ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. Planning is not possible without definite objectives. It is the first step in planning process. Objectives in planning process. Planning processൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് വരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോൾസ് എന്ന് പറയാം, ലക്ഷ്യങ്ങൾ. ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒബ്ജക്റ്റീവ്സ് ആർ ഗോൾസ് വിച്ച് an enterprise would like to achieve. After determining organizational objectives of departments, sub-departments and other sections should be determined. The objectives help the employees to understand what is expected from them. നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, സബ് ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്ജക്റ്റീവ്, പിന്നെ അങ്ങനെ ഓരോ സെക്ഷൻ വൈസ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്താൽ അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ താഴോട്ട് വരും. അപ്പോൾ അതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ ഒരു എംപ്ലോയിക്ക് ആ എംപ്ലോയി എന്താണ് ചെയ്യേണ്ടത് ഒരു ബോധ്യം ഉണ്ടാവും. ഒരു ബോധ്യം ഉണ്ടാവും എംപ്ലോയിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്. സെക്കൻഡ് ആണ് വരുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാനിങ് പ്രൊമൈസസ്. പ്ലാനിങ് പ്രൊമൈസസ് ആർ ദ അസംഷൻ അബൌട്ട് ഫ്യൂച്ചർ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് എൻവയോൺമെൻറ്റൽ ആൻഡ് ഇൻറ്റേർണൽ കണ്ടീഷൻസ്. ഇവിടെ പ്രൊമൈസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ കാര്യങ്ങൾ. പ്ലാനിങ് പ്രൊമൈസ് രണ്ട് തരമുണ്ട്, എക്സ്റ്റേണൽ പ്രൊമൈസും ഇൻറ്റേർണൽ പ്രൊമൈസും. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പുറത്ത്, ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ്റെ അകത്ത്.
External premises include factors like political, social, technological, competition, plans and actions, government policies, etc. Other external policies. In the internal policies include the sales forecast, existing policies and programs of organization, capital investment policies, and philosophy of management. അപ്പോൾ അതാണ് ഇൻറ്റേർണൽ പ്രൊമൈസസും എക്സ്റ്റേണൽ പ്രൊമൈസസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്, വിത്തിൻ ദ ഓർഗനൈസേഷൻ. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ. These assumptions are formed on the basis of forecasting. Forecasting is the visualization about future. So it is an attempt to see the future on the basis of present. Example, forecast the price of product. ഈ ലൈനിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ ലൈനിൽ ഒരു ഫോർകാസ്റ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ്റ്റേണൽ പ്രൊമൈസസും ഇൻറ്റേർണൽ പ്രൊമൈസസും ഉണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ ഫോർകാസ്റ്റിങ്ങിലൂടെയാണ്. നമ്മൾ നേരത്തെ നമുക്ക് കണ്ടായിരുന്നു ഫോർകാസ്റ്റിംഗ് എന്താണെന്ന്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭാവിയിലേക്കുന്നൊരു നോട്ടം, വിഷ്വലൈസേഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ, അതിനെക്കുറിച്ചുള്ളൊരു ക്ലിയർ ഇമേജ് എന്ന് പറയുമല്ലോ. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും അങ്ങനെ. അപ്പോൾ അതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോർകാസ്റ്റിംഗ് ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ കണക്കൂട്ടുന്നത്. പ്രൈസ് കണക്കൂട്ടുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എല്ലാ ഫാക്ടേഴ്സിൽ നമുക്ക് ചിലവും പിന്നെ നമുക്ക് ചെറിയ പ്രോഫിറ്റും എല്ലാം കൂടി കണക്കൂട്ടിയിട്ടാണ് നമുക്ക് പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ആ പ്രൈസ് നമ്മൾ നിശ്ചയിക്കുന്നത് പ്രസൻറ്റിലേക്കായിരിക്കില്ല, ഫ്യൂച്ചറിലേക്കായിരിക്കും. പിന്നെ എന്താണ് തേർഡ് വൺ, കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ. ദി ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ പ്ലാനിങ് പ്രോസസ് ഷുഡ് ബി കളക്റ്റഡ്, ക്ലാസിഫൈഡ് ആൻഡ് അനലൈസ്ഡ്. എന്ന് പറയുന്നത് പ്ലാനിങ് പ്രോസസ്സിന് ആവശ്യമായ ഇൻഫർമേഷൻസ് ഉണ്ട്. ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ട് പ്ലാനിങ് ചെയ്യാൻ വേണ്ടി. ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് ആവശ്യം വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഇൻഫർമേഷൻസ്. അപ്പോൾ ആ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിനകത്ത് നമുക്ക് സിമിലറായി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, എന്നിട്ട് അത് നമ്മൾ ഡീറ്റെയിൽ അനലൈസ് ചെയ്യുന്നു. അതാണ് 3 കാര്യങ്ങൾ: കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ. പിന്നെ വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമുക്ക് ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു കാര്യം നമ്മൾ നേരത്തെ നോക്കിയതാണ്, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഒന്നിലധികം മെത്തേഡ്സ് ഉണ്ടാവും. ആ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. അത് അവിടെ നമ്മൾ നോക്കണ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ടൈം, കോസ്റ്റ്, പ്രോഫിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ നോക്കുന്നുണ്ട്. പ്രോഫിറ്റ് കൂടുതൽ കിട്ടണം, ടൈം കുറച്ച് നമുക്ക് ചിലവാകാൻ പാടുള്ളൂ, കോസ്റ്റും കുറച്ച് ചിലവാകാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോ വേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ആഫ്റ്റർ സെലക്ടിങ് ദ വേരിയബിൾ ഓൾട്ടർനേറ്റീവ്സ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഇവാലുവേറ്റ് ദീസ് ഓൾട്ടർനേറ്റീവ്സ് ഇൻ ദ ലൈറ്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് കോൺസ്ട്രെയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ നാലാമത്തേൽ പറഞ്ഞ ആ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടല്ലോ, എങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് വേസ് ഉണ്ടാവും, മെത്തേഡ്സ് ഉണ്ടാവും എന്ന് പറയുന്നത്. അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുള്ളൂ ഏതൊക്കെയാണെന്ന്, പക്ഷേ ഈ സ്റ്റെപ്പിൽ നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ? ഇൻ ലൈറ്റ് ഓഫ് ഇറ്റ് റിസോഴ്സസ് ആൻഡ് കോൺസ്ട്രെയിൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ്, ഈ ടൈം, കോസ്റ്റ്, പ്രോഫിറ്റ്, അതിൻ്റെ ബേസിസിൽ നമ്മളെല്ലാം ഇവാലുവേറ്റ് ചെയ്യും. അതാണ് ഈ സ്റ്റെപ്പിൽ. അടുത്തത് സെലക്ടിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ആഫ്റ്റർ ദ ഇവാലുവേഷൻ ഓഫ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്, ദ ഫിറ്റ് വൺ ഇസ് സെലക്റ്റഡ്. Sophisticated technique of planning and decision making should be applied to choose the best alternative course of action. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത പ്രോസസ്സിൽ അത് ഇവാലുവേറ്റ് ചെയ്തു. പിന്നെ ഈ പ്രോസസ്സിൽ നമ്മളത് സെലക്ട് ചെയ്യാണ്. നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഓൾട്ടർനേറ്റീവ് വേസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ മോർ ദാൻ വൺ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ബെസ്റ്റായ സംഭവം നമ്മൾ ചൂസ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. The 7th one is preparation of subsidiary plans. After preparing the basic plan, the supporting plans are to be prepared. Example, plan for buying equipments. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക് പ്ലാനിങ് കഴിഞ്ഞു. ബേസിക് പ്ലാനിങ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ സപ്പോർട്ടിംഗ് പ്ലാൻസ് ആണ്. എക്സാമ്പിൾ, പ്ലാൻ ഫോർ ബuying equipments. പിന്നെ വരുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫോളോ. The plan is to be implemented and results are evaluated. For this purpose, a sequence of action is to be determined. It includes formulation of policies, procedures, schedules, മെത്തേഡ്സ് ആൻഡ് ബഡ്ജറ്റ്സ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഒരു പ്ലാൻ നമ്മൾ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്തു, അത് നമ്മൾ ബെസ്റ്റ് ആയതുകൊണ്ട് ചൂസ് ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതായത് പുട്ടിങ് ഇറ്റ് ആക്ഷൻ. നമ്മൾ ആ പ്ലാൻ നടത്താൻ ആ പ്ലാൻ, എന്നിട്ട് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു. അതായത് ഇതിൻ്റെ എൻഡ് റിസൾട്ട്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഒരു സീക്വൻസ് ഓഫ് ആക്ഷൻസ്, അതായത് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഫോർമുലേഷൻ ഓഫ് പോളിസീസ്, ദെൻ പ്രൊസീജിയർ, സ്കെഡ്യൂൾസ്, മെത്തേഡ്സ് ആൻഡ് ബഡ്ജറ്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ 5 ആക്ഷൻസ് നമ്മൾ ചെയ്താലാണ് ഒരു പ്ലാൻ്റെ എൻഡ് റിസൾട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 9th വൺ, അസസ്മെൻറ്റ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ പ്ലാൻ ഷുഡ് ബി അസസ്ഡ്. കറക്റ്റീവ് ആക്ഷൻ ഷുഡ് ബി ടേക്കൻ ടു റെക്ടിഫൈ ഇറ്റ്. പ്ലാനിൻ്റെ ലാസ്റ്റ് പ്രോസസ്സായിട്ട് പറയുന്നത് നമ്മൾ ഇത്ര നേരം കണ്ടുപിടിച്ച പ്ലാനിൽ നിന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തല്ലോ,
ഇവാലുവേറ്റ് ചെയ്തതിൽ നമ്മൾ ആ പ്ലാനിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, അതായത് അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമ്മളെടുത്ത് കാണിക്കണം. പിന്നെ മാത്രമല്ല കറക്റ്റീവ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ടു റെക്ടിഫൈ ഇറ്റ്. ആ നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവ് ആക്കണം, ആ നെഗറ്റീവായ കാര്യം നമ്മൾ പോസിറ്റീവ് ആക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ആക്ഷൻ നമ്മൾ എടുത്തിരിക്കണം, അതാണ് അവിടെ പറയുന്നത്, ടു റെക്ടിഫൈ ഇറ്റ്. ഓൾറൈറ്റ്, ദ നെക്സ്റ്റ് വൺ ഇസ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റി ആയാൽ അതിന് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ്സ് ഇല്ലാണ്ട് ഒരു ഓർഗനൈസേഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഒബ്ജക്റ്റിൻ്റെ ഡെഫിനേഷൻ നമുക്ക് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് M.E. ഫാർലാൻഡിൻ്റെ നമുക്ക് നോക്കാം. According to M.E. Farland, objectives are the goals, aims or purposes that organization wish to achieve over varying periods of time. അപ്പോൾ M.E. ഫാർലാൻഡ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആർ ഗോൾസ്, എയിംസ് ഓർ പർപ്പസസ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം, ഇപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്? സോഷ്യൽ സർവീസ്, അതായിരിക്കും അവരുടെ ലക്ഷ്യം. ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റിനായിരിക്കുള്ളൂ. പിന്നെ അങ്ങനെ കുറേ പോകും, എംപ്ലോയി വെൽഫെയർ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ ഒരുപാട് ഉണ്ടാവും. പിന്നെ അതിൻ്റെ പേർപ്പസ്, അതായത് എന്തിനാണ് ഈ ഓർഗനൈസേഷൻ അവർ തുടങ്ങിയത്, ആ ഒരു പർപ്പസ്. അത് ഓരോ കാലം കഴിയുന്തോറും ഇവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, അതൊക്കെയാണ് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. അക്കോർഡിംഗ് ടു M.E. ഫാർലാൻഡ്, ഒബ്ജക്റ്റീവ്സ് ആർ ദ ഗോൾസ്, എയിംസ് ഓർ പർപ്പസസ് ദാറ്റ് ഓർഗനൈസേഷൻ വിഷ് ടു അച്ചീവ് ഓവർ വേരിയിങ് പീരിയഡ്സ് ഓഫ് ടൈം. ഇനി നമുക്ക് ബിസിനസ് ഒബ്ജക്റ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. The first one is, it is multiple in nature. A business organization is required to determine a number of objectives to achieve overall objectives. അതായത് ഒബ്ജക്റ്റീവ്സ് ഒരെണ്ണമായിരിക്കില്ല, ഒരുപാടുണ്ടാവും. ഇവിടെ ഒരു പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എത്തണമെങ്കിൽ അതിനൊരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്തേ പറ്റും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നമ്പർ 5 നമ്മൾ എത്തണമെങ്കിൽ 1, 2, 3, 4, 5 അങ്ങനെ എത്തുന്നത്. 1, 2, 3, 4 ഈ ഇത്രയും 4 ഡിജിറ്റ്സ് കഴിയാൻ നമ്മൾ 5ലേക്ക് കയറുന്നത്. നമുക്ക് ഡയറക്റ്റ് 5ലേക്ക് കയറാൻ പറ്റില്ല. സ്റ്റാർട്ട് ഫ്രം 1, 2, 3, 4, 5. The second one is objectives of hierarchy. The top level management determines the overall objectives of an organization. All departments, division and individual are required to work to achieve the above objectives. ഇവിടെ പറയുന്നത് the top level management വെച്ച് എല്ലാ ഓർഗനൈസേഷനും 3 ലെവൽസ് ഉണ്ടാവില്ല. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഡിറ്റർമൈൻസ് ദ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് നിശ്ചയിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് CEO, board of directors, etc. For this purpose, they are required to frame specific goals which lead to the fulfillment of overall objectives. So there is a hierarchy of objectives. It starts from top level and ends at lower level. അപ്പോൾ ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നിശ്ചയിച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവിൽ എത്താൻ വേണ്ടി ഇവർക്ക് ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇത് 5ലേക്ക് എത്തുമ്പോൾ 1, 2, 3, 4 എന്ന് കഴിഞ്ഞാൽ 5 തരാൻ പറ്റുള്ളൂ. അത് സെയിം ഒരു ഐഡിയ ആണ് ഇവിടെയും കാണാൻ പറ്റുന്നത്. Alright, the next one is objectives form a network. Objectives are interdependent and mutually supportive, so they may be realized simultaneously. ഇവിടെ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്, അവർ പരസ്പരം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. The next one is objectives may be long range or short range. The objectives of business may be 2 types, that is long range or short range. Survival and growth are long range objectives. Market standing, maximization of sales, product development, etc. are short range objectives. ഇവിടെ ഇത് പറയുന്നത് ഒരു ഓർഗനൈസേഷന് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ടാവും. ഒന്ന് ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സ്, ഒന്ന് ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവ്സ്. ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് സ്റ്റാൻഡിങ്, മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, എക്സെട്ര ഇതൊക്കെയാണ് ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സ്. അടുത്ത ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ സർവൈവൽ, അതായത് ഒരു കമ്പനിയുടെ സർവൈവൽ. അത് ഒരു ചെറിയ കാലത്തേക്കായിരിക്കില്ല. ഒരു കമ്പനി തുടങ്ങുന്നത് ഒരിക്കലും, ഒരു ബിസിനസ് തുടങ്ങുന്നത് ഒരിക്കലും ചെറിയ കാലത്തേക്കായിരിക്കില്ല. അത് അവർക്ക് നീണ്ട് ഒരുപാട് കാലത്തേക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതൊരു ലോങ് പീരീഡാണ്. സോ ഇറ്റ്സ് എ ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവ്. ഗ്രോത്ത് പറയുമ്പോൾ ഇതിന് എക്സ്പാൻഷനൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തും. അപ്പോൾ അതാണ് ലോങ് റേഞ്ച് ആൻഡ് ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സ്. The fifth one is objectives may be tangible or not. It may be tangible or intangible. Managers' performance, workers' moral, etc. are intangible objectives, and productivity, physical and financial standing, etc. are tangible objectives. Objectives tangible ഉണ്ടാവും, intangible ഉണ്ടാവും. ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻടാഞ്ചിബിൾ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ, അതാണ് ഇൻടാഞ്ചിബിൾ ഒബ്ജക്റ്റീവ്സ്. ഇൻടാഞ്ചിബിൾ ആക്ടിവിറ്റീസിൽ വരുന്നത് മാനേജേഴ്സ് പെർഫോമൻസ്, വർക്കേഴ്സ് മൊറാൽ.
ടാഞ്ചിബിൾ വരുന്നത് പ്രൊഡക്ടിവിറ്റി, പിന്നെ ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ്സ്. 6th one is objectives have priority. At a given point of time, the accomplishment of one objective is relatively more important than that of others. ഇവിടെ പറയുന്നത് ചില ഒബ്ജക്റ്റീവ്സ് ഹാവ് പ്രയോറിറ്റി, ചിലതിന് മുൻഗണന ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഇന്ന ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നൊരു നിബന്ധന ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവായിരിക്കും ബാക്കിയുള്ള എല്ലാ ഒബ്ജക്റ്റിനേക്കാളും വലുത്. ചിലപ്പോൾ അത് അവരുടെ സർവൈവലിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം, ചിലപ്പോൾ അവരുടെ എക്സ്പാൻഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സെയിൽസിന് പ്രൊഡക്ടിവിറ്റിന് എന്തെങ്കിലും അഫക്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. അതപ്പോൾ അവർക്കത് പെട്ടെന്ന് ചെയ്തിരിക്കണം. മറ്റെല്ലാ ഒബ്ജക്റ്റിനേക്കാളും വലിയ ഒബ്ജക്റ്റീവ് അതായിരിക്കും. അതാണ് ഒബ്ജക്റ്റീവ്സ് ആർ പ്രയോറിറ്റി. 7th one, objectives are verifiable. Business objectives are expressed in numerical terms so that it may be verifiable. Verifiable objectives provide standards against which to measure actual performance. And the last feature of business objectives is chance of clash between objectives. Objectives may sometimes clash with one another. Each department tries to attain their objectives. This creates problem of clash between objectives of various departments. അതായത് ചില സമയത്ത് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ക്ലാഷ് ഉണ്ടാവും. ഇപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും എടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് സെയിം ആയിരിക്കും. അപ്പോൾ അവരുടെ ഒബ്ജക്റ്റീവ്സ് തമ്മിൽ ക്ലാഷ് ഉണ്ടാവും. അതാണ് ഈ പോയിന്റ് നമുക്ക് വ്യക്തമാക്കുന്നത്. Alright, the next one is merits of objectives. First one, clear definition of objectives encourage unified planning. Departmental objectives are prepared on the basis of overall objectives of the organization, so it will contribute a unified planning. First point says that clear definition of objectives. അതായത് ഒബ്ജക്റ്റീവ്സ് നമ്മൾ വ്യക്തമായിട്ട് സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്ലാനിങ്ങിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ചില സമയത്ത് ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. നമുക്ക് 1-2 പ്രാവശ്യം വായിച്ചാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം നമുക്കത് ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. അതേ സ്ഥാനത്ത് ഒരു പ്രാവശ്യം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒബ്ജക്റ്റീവ്സിൻ്റെ അത് പ്ലാനിങ്ങിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെയാണ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഇഫ് ദി ആർ വെരി ക്ലിയർ, ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതിന് ടൈം എടുക്കും. The next one, it facilitates the coordination of works, efforts and resources of the organization. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായാൽ അവിടെ ഒരു കോർഡിനേഷൻ തന്നെ ഉണ്ടാവും. എവിടെ? വർക്കിൽ, അവർ ചെയ്യുന്ന വർക്കിൽ, അവരെടുക്കുന്ന എഫേർട്ടിൽ, പിന്നെ അവർ യൂസ് ചെയ്യുന്ന റിസോഴ്സിൽ, എല്ലാത്തിനും ഒരു ഒത്തൊരുമ ഉണ്ടാവും. 4th one, they motivate the individuals. Objectives specify the purpose of each job and fit the individual purposes or goals into the overall company goal. By making the job meaningful and worthwhile, it motivates the individuals in the organization. Objectives ഉണ്ടായാൽ ഒബ്ജക്റ്റീവ്സ് അത് സ്പെസിഫൈ ചെയ്യും എന്ന് ഈച്ച് ആൻഡ് എവറി വൺസ് റോൾ. അപ്പോൾ അവിടുത്തെ ഇൻഡിവിജ്വൽസ്, അതായത് അവിടുത്തെ വർക്കേഴ്സ്, എംപ്ലോയീസ്, അവർക്ക് അവരുടെ ജോബ് വളരെ മീനിങ് ഫുള്ളായി തോന്നും ആൻഡ് വർത്ത് വൈൽ. അങ്ങനെ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടാണ് ജോലി എടുക്കാൻ വേണ്ടിയിട്ട്. So it motivates individuals in the organization. The 5th one, it provides the basic standards for control by way of establishing the objective specifically. It specifies the expected result. 6th one, it indicates the contribution to be made by each unit. ഓരോ യൂണിറ്റും ബിസിനസ്സിലേക്ക് ചെയ്യേണ്ട കോൺട്രിബ്യൂഷൻസ് അതെന്താണെന്ന് ഒബ്ജക്റ്റീവ്സ് വെളിപ്പെടുത്തും. അതാണ് ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. 7th one, ഒബ്ജക്റ്റീവ്സ് എലിമിനേറ്റ് ഹാബ്സാർഡ് ആക്ഷൻ. ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ ഹാബ്സാർഡ് ആക്ഷൻ നമുക്ക് ഒഴിവാക്കാം. വാട്ട് യു മീൻ ബൈ ഹാബ്സാർഡ് ആക്ഷൻ? ഹാബ്സാർഡ് ആക്ഷൻ എന്ന് വെച്ചാൽ പ്ലാനിങ് ഇല്ലാണ്ട് നടക്കുന്ന ആക്ഷൻസ്, അതാണ് ഹാബ്സാർഡ് ആക്ഷൻ. പ്ലാനിങ് ഇല്ലാണ്ട്, നമുക്കറിയാം പ്ലാനിങ് ഇല്ലാണ്ട് എന്ത് സംഭവം നടന്നാൽ അത് സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ഇറ്റ് എലിമിനേറ്റ്സ് ദോസ് അൺപ്ലാൻഡ് ആക്ഷൻസ്. 8th one, they facilitate better management of the enterprise by providing a basis for leading, guiding, directing and controlling the activities of people of various departments. അപ്പോൾ ഈ പോയിന്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ ദേ ഫെസിലിറ്റേറ്റ് ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസ്. ഒരു ലീഡ് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ, ഡയറക്റ്റ് ചെയ്യാൻ എല്ലാത്തിനും ഒരു ബേസിക് നോളജ് കിട്ടും. കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് പീപ്പിൾ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. പിന്നെ വരുന്നതാണ് പ്രോസസ് ഓഫ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ദി ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ. അറ്റ് ദ സെയിം, it should represent the high level of efficiency. If the objects are too high, workers and managers become frustrated. If they are too low, the purpose may not be served. Hence, the process of setting objectives is a complicated task. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒബ്ജക്റ്റീവ്സ് സെറ്റിംഗ് പ്രോസസ്സാണ്. അവർ പറയുന്നത് ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്, ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് വൺ. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ അതിന് സ്റ്റെപ്സ് ഇൻവോൾവ് എന്ന് നോക്കാം. First one, classification of objectives. As a first step, the objectives must be classified into major and supporting goals.
The first one is classification of objectives. As a first step, the objectives must be classified into major and supporting goals, long range and short range objectives. Objectives should be broken down into departmental, sectional and individual objectives. ഫസ്റ്റിൽ പറയുന്നത് ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം ഓരോ ഗ്രൂപ്പ്സ് ആയിട്ട്. ഫസ്റ്റ് വൺ ഇസ് മേജർ ആൻഡ് സപ്പോർട്ടിംഗ് ഗോൾസ്, അതൊരു ഗ്രൂപ്പ്. സെക്കൻഡ് വൺ ലോങ് റേഞ്ച് ആൻഡ് ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പിന്നെയും ബ്രേക്ക് ചെയ്യണം ഇൻ ടു ഡിപ്പാർട്ട്മെൻറ്റൽ, സെക്ഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ദ സെക്കൻഡ് വൺ ഇസ് ഏരിയ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഡിറ്റർമൈൻഡ് ഇൻ എവറി ഏരിയ. ഇവിടെ പറയുന്നത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഒബ്ജക്റ്റീവ്സ് നമ്മൾ വെളിപ്പെടുത്തിയിരിക്കണം. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ക്ലിയർ സ്റ്റേറ്റ് ചെയ്തിരിക്കണം. തേർഡ് വൺ, റിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് ഷുഡ് ബി സെറ്റ് ഇൻ റിയലിസ്റ്റിക് ടേംസ് റാദർ ദാൻ ഇൻ ഐഡിയലിസ്റ്റിക് ടേം. ഇവിടെ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് നമ്മളെപ്പോഴും റിയലിസ്റ്റിക്കായി വേണം കാണിക്കാൻ. അതായത് ഒരാളുടെ ഇമാജിനേഷനിൽ നടക്കുന്ന പോലെയല്ല. അതായത് റിയാലിറ്റിയിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും അതാണ് നമ്മൾ കാണിക്കേണ്ടത്. ഫോർത്ത് വൺ, കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് പെർഫോമൻസ്. വൈൽ സെറ്റിംഗ് ഒബ്ജക്റ്റീവ് ദ പാസ്റ്റ് പെർഫോമൻസ് മസ്റ്റ് ബി റിവ്യൂഡ്. ഇപ്പോൾ ഫോർത്ത് ഒബ്ജക്റ്റീവ് പറയുന്നത് പാസ്റ്റ് പെർഫോമൻസ്. ഒരു ഓർഗനൈസേഷൻ്റെ പഴയ പെർഫോമൻസ് നോക്കിയാലാണ് നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ളത് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പാസ്റ്റിലിപ്പോൾ മോശം പെർഫോമൻസ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ആദ്യം നോക്കണം. എന്നിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള ഒബ്ജക്റ്റീവ്സ് നിശ്ചയിക്കും. എന്നാലും നമുക്ക് ആ പാത്ത് കറക്റ്റായി കിട്ടുള്ളൂ. എന്നാലും നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്സും അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫിഫ്ത്ത് വൺ, ക്ലാരിറ്റി. The objectives must be set in clear-cut terms. It states that the objectives must be in clear terms. Difficult in the simple language. Sixth one, balancing of short range and long range. Sixth one, balancing of short range and long range objectives. While determining objectives, it should see that there should be a proper balance between long range objectives and short range objectives. If proper balance is not maintained, it is very difficult to attain long-term objectives of the organization. ഇപ്പോൾ പറയുന്നത് നമ്മൾ ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സിനും ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവ്സിനും ബാലൻസ് ചെയ്യണം. അതായത് രണ്ടും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോയേ പറ്റും. ഒരു കൃത്യമായൊരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സിനാണെങ്കിൽ ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവ്സിന് അറ്റൈൻ ചെയ്യാൻ നല്ല പാടായിരിക്കും. അപ്പോൾ അതേർത്ത് അവർ പറയുന്നത് രണ്ടും നമ്മൾ ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. സെവൻത്ത് വൺ ഇസ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ദ ഒബ്ജക്റ്റീവ് ഷുഡ് ബി ക്വാണ്ടിഫൈഡ് ഇൻ ഓർഡർ ടു ബിക്കം ഇറ്റ് ആസ് മീനിങ്ഫുൾ. അതായത് ഇവിടെ അർത്ഥം വരുന്നത് ഒബ്ജക്റ്റീവ്സിന് നമ്മളൊരു മെഷർമെൻറ്റ് കൊടുത്തിരിക്കണം. എന്നാലും നമുക്ക് ക്ലിയർ ടേംസിൽ നമുക്കത് കാണാൻ പറ്റുള്ളൂ, അല്ലാതെ പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. എയ്റ്റ് വൺ, ഡൈനാമിക്. ദ ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഡൈനാമിക് ഇൻ നേച്ചർ. ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി ചേഞ്ചബിൾ അക്കോർഡിംഗ് ടു ചേഞ്ചിങ് ടൈം ആൻഡ് സിറ്റുവേഷൻസ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഒരിക്കലും മാറരുത്. അവരുടെ ഒബ്ജക്റ്റീവ് എപ്പോഴും സ്റ്റേബിളായി നിൽക്കണം. അപ്പോൾ എയ്ത്ത് പോയിന്റ് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ അവരുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം അവർ ഉറച്ചു നിൽക്കും. ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി ചേഞ്ചബിൾ അക്കോർഡിംഗ് ടു ചേഞ്ചിങ് ടൈം സിറ്റുവേഷൻസ്. പക്ഷേ അവർ അതിന് പിടിച്ച് നിൽക്കണം. അവരുടെ ഒബ്ജക്റ്റീവ് എത്തുന്ന വരെ, അവരുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്ന വരെ അവരതിന് നിൽക്കണം. The next one is type of plans. A manager is required to devise a number of plans to achieve the objectives of the organization. They take the form of policies, programs, schedules, procedures, budgets, etc. You can classify the plans according to its kind, use, or origin. First one, policies. It is one of the important components of planning. It is basically a statement, either expressed or implied, of those principles and rules that are set up by exclusive leadership as guides and constraints of the organization thought and action. Policy making is an important part of management planning. അപ്പോൾ പോളിസി എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വരുന്ന സംഭവമാണ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ പോളിസി എന്താണുള്ളത്? ഇറ്റ് ഇസ് ബേസിക്കലി സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ഓഫ് ദോസ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? പോളിസിയിൽ ഉണ്ടാവുന്നത് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് that are set up by exclusive leadership as guides and constraints of organization. അങ്ങനെ പറയുന്നത് പോളിസി മേക്കിംഗ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് പ്ലാനിങ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് മാനേജർ പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് പോളിസി മേക്കിംഗ്. ഇറ്റ് ഗൈഡ്സ് മാനേജ്മെൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ സഹായിക്കുന്നത് പോളിസി എന്ന് പറയുന്ന സംഭവമാണ്. വൈ? ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ്. ദേ ആർ സ്റ്റാൻഡിങ് ആൻസേഴ്സ് ടു റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്. ഇത് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് പോളിസി. ഒരു നല്ല പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നോക്കാം. ഫസ്റ്റ് വൺ, എ പോളിസി ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. സാധാരണ ഒരു ആൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന രീതിയിലായിരിക്കാം ഒരു പോളിസി ഉണ്ടാക്കിയിരിക്കുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. തേർഡ് വൺ, എ ഗുഡ് പോളിസി ഷുഡ് ബി കോറിലേറ്റഡ് വിത്ത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്.
ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സായിട്ടൊരു ബന്ധം അതിനുണ്ടായിരിക്കണം ഈ പറഞ്ഞ പോളിസിയിലെ പ്രിൻസിപ്പൾസ് ആൻഡ് റൂൾസിന്. ഫോർത്ത് വൺ, ഇറ്റ് ഷുഡ് ബി കാപ്പബിൾ ഓഫ് ബീങ് അപ്ലൈഡ് ഇൻ ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസസ്. ബിസിനസ്സിൻ്റെ ഏതൊരു അവസ്ഥയിലും അതിന് ഉയർച്ചയിലും തകർച്ചയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം പോളിസിയിലെ കണ്ടൻസ്. Fifth one, a policy should not be contradictory to any of the policies of the same organization. Fifth one, a policy should not be contradictory to any of the policies of the same organization. എന്ന് പറയുന്നത് a policy should not be really opposite to any of the policies. ആ ഓർഗനൈസേഷനിലുള്ള വേറെ ഏതെങ്കിലും പോളിസീനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കരുത് ഒരു പോളിസി. Sixth one, a policy should be formulated after studying all relevant aspects of problems. ചുമ്മാ കയറി പോളിസി ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളെ ഒരു പ്രോബ്ലത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും, അതായത് ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതികളും നമ്മൾ മനസ്സിലാക്കി പഠിച്ച് അറിഞ്ഞിട്ട് ശേഷം മാത്രമേ ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. സെവൻത്ത് വൺ, ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ. ഉണ്ടാക്കിയ പോളിസി ഒരിക്കലും ഇമാജിനറി ആവാൻ പാടില്ല, അത് റിയൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എയ്ത്ത് വൺ, ഇറ്റ് മസ്റ്റ് റിഫ്ലക്ട് ദി ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഈ പോളിസി കണ്ട് നമുക്ക് ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ ഫാക്ടറും ആൻഡ് എക്സ്റ്റേണൽ ബിസിനസ് എൻവയോൺമെൻറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. It should be based on facts. It says that it shouldn't be based on myths, and it should be based on facts. 10th one, it should be stated in clear terms. അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത്. സാധാരണ ഒരാൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് പ്ലാനിൽ ഫസ്റ്റ് ഒന്ന് നോക്കി പോളിസീസ്. സെക്കൻഡ് വൺ ഇസ് പ്രൊസീജിയേഴ്സ്. Procedures are operational guides to action. So, a procedure tells how a work is to be done. These are planned specifying ways to perform various tasks to achieve the objectives. Procedures are guide to action. An established procedure ensures uniformity of action. It indicates the standard way of doing the work. A procedure എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു വേ, അതിനാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയും. തേർഡ് വൺ, റൂൾസ്. ലൈക്ക് പ്രൊസീജിയേഴ്സ്, റൂൾസ് are the guides to action, but it does not lay down any sequence of action as in the case of procedure. A rule is a specific action to be taken or not to be taken with respect to a situation. Rules are definite and rigid. There is no deviation from the stated action except in few rare cases. They are the standing plans that presents in advance what is to be done or not in specific situation. Rule may be a part of procedure. The rules does not allow any discretion. ഇവിടെ പറയുന്നത് rules are guide to actions. റൂൾസ് വെച്ച നിയമങ്ങൾ, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ക്ലിയറായി പറയുന്നതാണ് റൂൾസ്. ദ ഫോർത്ത് വൺ, സ്ട്രാറ്റജീസ്. ദ ടേം സ്ട്രാറ്റജി is derived from military, where it is taken to mean the process of planning the movements of troops so as to outplay the enemy in the battlefield. In business, it means plans made in the light of plan of competitors. ഇപ്പോൾ സ്ട്രാറ്റജീസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലായാലും നമുക്ക് നോക്കേണ്ടത് ഇറ്റ് ഇസ് derived from military. It is derived from military. അതായത് അവരുടെ മിലിറ്ററിയിലെ ട്രൂപ്സിനും എങ്ങനെയൊക്കെ മൂവ് ചെയ്യണം എന്ന് മിലിറ്ററിയിൽ അവരുടെ ട്രൂപ്സ് എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു സെയിം കൺസെപ്റ്റ് നമ്മൾ ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനാണ് നമ്മൾ സ്ട്രാറ്റജീസ് എന്ന് പറയുക. ബിസിനസ്സിൽ നമ്മുടെ എതിരാളികൾ എന്ന് പറയുന്നത് മറ്റ് ബിസിനസ്സുകാരാണ്. അപ്പോൾ അവരെ മുന്നിൽ കണ്ടു വേണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നീക്കാൻ. അങ്ങനെ കരുക്കൾ നീക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നതിനെയാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. Then comes programs. Programs are a sequence of activities to be undertaken for implementing the policies and achieving the objectives of an organization. It is a single-use plan. Ordinarily, it is laid down for new and non-repetitive activities. It tells us what is to be done to achieve the goal. Programs are framed in the light of resources available, making best use of them. ഇവിടെ പറയുന്നത് പ്രോഗ്രാംസ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്, പോളിസീസ് നടപ്പിലാക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിനാണ് പ്രോഗ്രാം എന്ന് പറയുക. നമുക്ക് നമ്മുടെ റിസോഴ്സസ് അവൈലബിലിറ്റി നോക്കിയിട്ടാണ് പ്രോഗ്രാംസ് ഫ്രെയിം ചെയ്യുന്നത്. പ്രോഗ്രാംസിന് 4 ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ്, ഇറ്റ്സ് എ സിംഗിൾ യൂസ് പ്ലാൻ. സെക്കൻഡ്, ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. Third, it presents a fixed timetable for each steps to be undertaken. Fourth, it should ensure coordinated planning efforts. Types of planning പിന്നെ വരുന്നതാണ് budget, and it is the last one. A budget is a statement of expected resource expressed in quantitative terms for a definite period of time. It is prepared keeping in view of the objectives, policies and resources of enterprise. ഇപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ട്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. ക്വാളിറ്റേറ്റീവ് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ സഹായിക്കുന്നു, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ
അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മനസ്സിലാവുന്നമായ രീതിയിൽ ബിസിനസ്സിൻ്റെ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. Terry defines a budget as estimate of future needs covering some or all of the activities of an enterprise for a definite period of time. Next one, on the basis of use, we can classify plans into two: standing plans and single use plans. Standing plans. Standing plans are the plans which are followed in each time a particular situation is encountered. These plans are meant for repeated use. It is mainly used to meet recurring situations. They are ready guides to action and are of use for a long period of time. സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് റെക്കറിങ് നേച്ചറുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റാൻഡിങ് പ്ലാൻസ്. അതായത് ആ പ്ലാൻ ഒരിക്കലും മാറ്റം വരില്ല. അത് ഒരു പക്ഷേ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാൻ ആയിരിക്കും. അതാണ് സ്റ്റാൻഡിങ് പ്ലാൻസ്. സ്റ്റാൻഡിങ് അത് നിലനിൽക്കുന്നു. സെക്കൻഡ് വൺ ഇസ് സിംഗിൾ യൂസ് പ്ലാൻ. These are the plans which are not followed once the goal is achieved. This plan has a single use. It is used to solve a particular problem. സിംഗിൾ യൂസ് പ്ലാൻസ് വെച്ചാൽ അത് വൺ ടൈം യൂസ് ആയിരിക്കും. അതായത് ഇപ്പോൾ കമ്പനി ഒരു പ്രോബ്ലം അവർ നേരിട്ടു. ആ പ്രോബ്ലം അതിജീവിക്കാൻ വേണ്ടി അവർ ഒരു പ്ലാൻ ഫോളോ ചെയ്തു. അവരുടെ ആ സിറ്റുവേഷൻ മാറി പഴയ പോലെ സ്റ്റേബിൾ സിറ്റുവേഷൻ ആയാൽ അവർ പിന്നെ പ്ലാൻ ഫോളോ ചെയ്യില്ല. അപ്പോൾ ചില സിറ്റുവേഷൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പ്ലാൻ ആയിരിക്കും സിംഗിൾ യൂസ് പ്ലാൻസ്. Therefore, it is used only one time. The next one is planning premises. Establishment of planning premises is one of the most important steps in planning. Planning premises എന്ന് പറയുമ്പോൾ planning premises are certain assumptions about the future on the basis of which planning can be formulated. Planning premises are certain assumptions about the future on the basis of which the plan will be ultimately formulated. Planning premises നമുക്ക് രണ്ടേ തിരിക്കാൻ പറ്റും: internal premises and external premises. Internal premises എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് ഇൻറ്റേർണൽ പ്രൊമൈസസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പോളിസീസ്, പ്രോഗ്രാംസ് ഓഫ് ഓർഗനൈസേഷൻ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ്, സ്കിൽ ഓഫ് ലേബർ ഫോഴ്സ് എക്സെട്ര. എക്സ്റ്റേണൽ പ്രൊമൈസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ and factors which affect the resources available to the organization. Tangible premises or assumptions, അതായത് ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതാണ് ടാഞ്ചിബിൾ പ്രൊമൈസസ് ഓർ അസംഷൻസ്. ദെൻ കംസ് ഇൻടാഞ്ചിബിൾ പ്രൊമൈസസ് ഓർ അസംഷൻസ്. ദേ കനോട്ട് ബി എക്സ്പ്രസ്ഡ്. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഫേം ഇൻ ഇൻഡസ്ട്രി. ഒരു കമ്പനിയുടെ വില, അതായത് ഒരു കമ്പനിയുടെ ഗുഡ് വിൽ എന്ന് പറയാം. നമുക്കത് ഒരിക്കലും ക്വാണ്ടിറ്റേറ്റീവ് ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ഓൺലി എക്സ്പ്രസ്ഡ് ഇൻ ക്വാളിറ്റേറ്റീവ് ടേം. അപ്പോൾ അതാണ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ പ്രൊമൈസസ്. നെക്സ്റ്റ് വൺ ഇസ് കൺട്രോളബിൾ ആൻഡ് നോ കൺട്രോളബിൾ പ്രൊമൈസസ്. Controllable premises are those premises that refers to factors, activities, policies and programs that are within the control and will of management. Then comes controllable and non-controllable premises. Controllable premises എന്ന് വെച്ചാൽ ഒരു എൻ്റർപ്രൈസിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങൾ, ഒരു എൻ്റർപ്രൈസ് ഒരു ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൺട്രോളബിൾ premises. Example, factors, activities, policies and programs that are within the control and realm of management. An example വരുന്നത് marketing policy. അൺകൺട്രോൾഡ് എന്ന് പറയുന്നത് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് എൻ്റർപ്രൈസ്. അതൊരു എൻ്റർപ്രൈസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. എക്സാമ്പിൾ പോപ്പുലേഷൻ ഗ്രോത്ത്, അതാണ് മെയിൻ എക്സാമ്പിൾ. അതൊക്കെ ഒരു എൻ്റർപ്രൈസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത പാടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്ലാനിങ് ഇസ് ദ ബേസിക് എലമെൻറ്റ് റിക്വയർഡ് ഇൻ എവറി ഓർഗനൈസേഷൻ. വിതൗട്ട് പ്ലാനിങ് an enterprise cannot achieve its organizational goals. Importance of planning ഫസ്റ്റ് നോക്കാം. Focuses attention on organizational objectives. Formulation of objectives is the first step in planning. ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കുന്നതാണ് പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ പരിപാടിയുള്ളൂ. ഒരു ഗുഡ് പ്ലാനിങ് എല്ലാവരെയും ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഹാർമണി ഉണ്ടാകുന്നു. സെക്കൻഡ് വൺ, ടു ഓഫ്സെറ്റ് അൺസർട്ടനിറ്റി. ഇവിടെ പറയുന്നത് പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റിന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എന്ത് ടെക്നോളജി, ടേസ്റ്റ് ആൻഡ് ഫാഷൻ ഇതിലൊക്കെ ഉണ്ടായ വ്യത്യാസങ്ങൾ അതൊക്കെ ഒരു മാനേജ്മെൻറ്റിന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കിയാലാണ് മാനേജ്മെൻറ്റിന് അതിൻ്റെ പ്രൊഡക്ഷൻ അതനുസരിച്ച് മാറ്റാൻ പറ്റുള്ളൂ. എന്നാൽ അവർക്ക് കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. തേർഡ് വൺ, ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ. വെൽ കൺസിഡേർഡ് ഓവറോൾ പ്ലാൻസ് യൂണിഫൈ ഇന്റർഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ് ടു അച്ചീവ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ്. ദ ഫോർത്ത് വൺ ഇസ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. കൺട്രോൾ കനോട്ട് ബി എക്സസൈസ് വിത്തൗട്ട് പ്ലാനിങ്. ഇവിടെ പറയുന്നത് പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കൺട്രോൾ ആ ഓർഗനൈസേഷനിൽ മൊത്തമായിട്ട് ഉണ്ടാവുള്ളൂ. ഫിഫ്ത്ത് വൺ, പ്ലാനിങ് ബ്രിങ്സ് എക്കോണമി ഇൻ ടു ഓപ്പറേഷൻ. ഇവിടെ പറയുന്നത് പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. മാൻ പവർ റിക്വയർമെൻറ്റ്സ്, റോ മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ് അതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും പ്ലാനിങ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് റിസോഴ്സസ് പ്രോപ്പർലി അലോക്കേറ്റ് ചെയ്യാനും പറ്റും. വേസ്റ്റേജ് ക്യാൻ ബി അവോയ്ഡഡ്. സിക്സ് വൺ ഇസ് എൻഹാൻസസ് എഫിഷ്യൻസി.
ഇവിടെ പറയുന്നത് പ്ലാനിങ് ആണെങ്കിൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എന്തൊക്കെ ഡ്യൂട്ടീസാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവർ ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ എഫിഷ്യൻസി ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അത് എടുത്തു കാണിക്കും. 7th one helps motivation. The targets are already decided and it's communicated to workers. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഓരോ എംപ്ലോയീസും അവരെന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യ ഒരു ഇമേജ് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടാണ്. Then we come into limitations of planning. Planning do have some limitations. Let's see them. First one is expensive. പ്ലാനിങ് ഒരു ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ് പ്രോസസ്സാണ്. പ്ലാനിങ്ങിൽ ഒരുപാട് സമയം ചിലവാകും, ഒരുപാട് ഇൻഫർമേഷൻസ്, പിന്നെ ഒരുപാട് പൈസ ചിലവാക്കി വേണ്ട ഇൻഫർമേഷൻസ് കിട്ടും. അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട്. സെക്കൻഡ് വൺ ലാക്ക് ഓഫ് റിലയബിൾ ഡേറ്റ. ഇവിടെ പറയുന്നത് നമുക്ക് വേണ്ട ഡേറ്റ കിട്ടാൻ കുറച്ച് പാടാണ്. നമുക്ക് വേണ്ട ഡേറ്റ കിട്ടിയില്ലെങ്കിൽ അത് തകിടം മറിക്കും എന്ന് പറയാം. ഇറ്റ് വോണ്ട് ഗോ ദ റൈറ്റ് വേ. തേർഡ് വൺ ടൈം കൺസ്യൂമിങ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. സമയം എടുക്കുന്ന വെച്ചാൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ, റോ ഡേറ്റ കളക്ട് ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി സ്ട്രാറ്റജീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പുതിയ പ്ലാൻ ഉണ്ടാക്കാൻ വരെ നല്ല സമയമെടുക്കും. ഫോർത്ത് വൺ റെസ്ട്രിക്ട്സ് ഇനീഷ്യേഷൻ. എവ്രി വൺ ഇസ് റിക്വയർഡ് ടു വർക്ക് ആസ് പ്ലാൻ. ഇവിടെ വരുന്നത് വെച്ചാൽ ഓരോരുത്തരും ഒരു പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ലിമിറ്റേഷൻ വെച്ചാൽ വർക്കർക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. ഈ പ്ലാൻ അനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ വർക്കറിന് ഇയാൾ ചെയ്യുന്ന വർക്ക് വേറെ രീതിയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ആൾക്കാർക്ക് കംഫർട്ടബിൾ. പക്ഷേ ആൾ ആ രീതിയിൽ ചെയ്താൽ അത് മാനേജ്മെൻറ്റിൻ്റെ പ്ലാൻസായിട്ട് ഒത്തുപോകില്ല. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്ലാൻസായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഇത് എൻകറേജസ് ദ ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ മാനേജേഴ്സിനും ചിന്ത വരും, എങ്ങനെ ആ ആൾ പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യണം. അതാണ് ഈ പോയിന്റ് വരുന്നത്. അതായിരിക്കും 6th പോയിന്റ് ടെക്നോളജിക്കൽ ചേഞ്ചസ്. 6ാമത്തെ പോയിന്റ് പറയുന്നത് നമ്മൾ മിക്കവാറും പ്ലാൻസ് ഉണ്ടാക്കുന്നത് അണ്ടർ എക്സിസ്റ്റിംഗ് ടെക്നോളജി, നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ആ ടെക്നോളജിയുടെ അപ്ഡേഷൻ വരും. അതായത് അതിനേക്കാളും കുറച്ചും എഫിഷ്യൻ്റായ ടെക്നോളജി നമുക്ക് കിട്ടും. അപ്പോൾ ആ ടെക്നോളജി നമുക്ക് മേടിക്കണമെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും. 7th one external factors. Planning is based on future assumptions. നമ്മൾ പ്ലാനിങ് നടത്തുന്നത് ഓൺ ഫ്യൂച്ചർ അസംഷൻസിൻ്റെ പുറത്താണ്, ഊഹാപോഹങ്ങളാണ്, അതൊരിക്കലും ഉറപ്പില്ല. അതായത് എക്സാമ്പിൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, ടെക്നോളജി, ഗവൺമെൻറ് പോളിസി, അതൊന്നും നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഗെസ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ മാറ്റം വന്നാൽ ഇറ്റ് വിൽ അഫക്ട് ദ പ്ലാനിങ് പ്രോസസ്. 8th one ലിമിറ്റേഷൻസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ 7th പോയിന്റിൽ കണ്ട അതേ സംഭവം തന്നെയാണ് 8th കാണുന്നത്. വി നോ ദാറ്റ് ഫ്യൂച്ചർ ഇസ് അൺസർട്ടൈൻ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് പ്ലാനിങ് നമ്മൾ ചെയ്യണത് മൊത്തം നമ്മൾ നേരത്തെ കണ്ട പോയിന്റുള്ള പോലെ തന്നെ പ്ലാനിങ് നമ്മൾ ചില ഊഹാഭാവങ്ങൾ പുറത്താണ് ചെയ്യുന്നത്. ചിലവ് തെറ്റിയേക്കാം, അങ്ങനെ ശരിയായാലും ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വന്നില്ല. ഗവൺമെൻറ് പോളിസീസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല. അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല. ഇറ്റ്സ് ഗോൺ ബി എ ബാഡ് തിങ്. അടുത്തൊരു ടോപ്പിക്കാണ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ടുഡേസ് ബിസിനസ് മാനേജ്മെൻറ്റ്. ബേസിക്കലി റേഷണൽ ഓർ സൗണ്ട് ഡിസിഷൻ മേക്കിംഗ് is taken as primary function of management. It is one of the most difficult tasks faced by the managers. He wants to take several decisions in the management of the business, which may be minor or major. അതായത് ഇന്നത്തെ ലോകത്ത് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ 100 വട്ടമെങ്കിലും ചിന്തിച്ചിരിക്കണം. ടെക്നോളജീസ്, ചേഞ്ചിങ് പീപ്പിൾ, ചേഞ്ചിങ് ടൈം, ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് എല്ലാം അഫക്റ്റിംഗ് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മാനേജേഴ്സ് ടു ടേക്ക് സച്ച് ഡിസിഷൻസ്. അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറി, ഡിസിഷൻ മേക്കിംഗ് is a selection based on some criteria from 2 or more possible alternatives. അടുത്ത നമ്മൾ നോക്കാം ഫീച്ചേഴ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഇംപ്ലൈസ് എ ചോയ്സ് ചൂസിങ് ഫ്രം among 2 or more alternatives courses of action. ഡിസിഷൻ മേക്കിങ്ങിൽ എപ്പോഴും ഒരു ചോയ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ more than 2, ചിലപ്പോൾ more than 3. അതിൽ നിന്നും വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. തേർഡ് വൺ, ഇറ്റ് ഇസ് എ സെലക്ഷൻ പ്രോസസ്. നമ്മൾ പറഞ്ഞില്ല ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എ സെലക്ഷൻ പ്രോസസ്. തേർഡ് വൺ, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്, കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദി ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. Fourth one, it is a kind of intellectual activity. It states that അത് വേറൊരാൾ ഉണ്ടാക്കിയതായിരിക്കാം, അത് നമ്മൾ എടുക്കുന്നു, അതാണ് മീനിങ് വരുന്നത്. ഫിഫ്ത്ത് വൺ, എവറി ഡിസിഷൻ എഫക്ട്സ് ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അത് പറയുന്നത് നമ്മൾ ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മുടെ ഫ്യൂച്ചർ ബാധിക്കും, പ്രസൻറ്റിനൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സിക്സ് വൺ, ഡിസിഷൻസ് ഹാവ് വൈഡ് റേഞ്ചിങ് ലോങ് ടേം ആൻഡ് ലാസ്റ്റിംഗ് ഇഫക്റ്റ്. അവിടെ പറയുന്നത് ഡിസിഷൻസ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അത് ചുമ്മാ എടുക്കാൻ പറ്റില്ല, കാരണം it has a wide range, long term and last affecting. ചിലപ്പോൾ കമ്പനിയുടെ അവസാനം വരെ നിൽക്കുന്നത് ആ ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ ഡിസിഷൻസ് നമ്മൾ എടുക്കാൻ. സെവൻത്ത് വൺ, ഡിസിഷൻസ് ആർ ദ ടൂൾസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഡിസിഷൻസ്. അടുത്ത ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ് എന്താണെന്ന്.
First one is identify and define the problem. Second one is seek the facts. Third one, determination of alternatives. Fourth one, evaluate the alternatives. Fifth one, select the best alternative. And sixth one, implementation of the decision. Now let us look at it in detail. First one, identification of the problem. ഇവിടെ പറയുന്നത് ഒരു പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ ഹാഫ് ഓഫ് ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഓവർ, പകുതിയോളം കഴിഞ്ഞു. ഒരു പ്രോബ്ലം നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ഒബ്സർവേഷൻസ്. നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഹെൻറി ഫയോൾ, FW ടീർ, അവരൊക്കെ ഓരോരോ റൂൾസ് കണ്ടുപിടിച്ചത് ഓരോ ഒബ്സർവേഷൻസിലൂടെയൊക്കെ ആയിരുന്നു. എക്സാമ്പിൾ നമുക്ക് പറയാം ആ ഷവലിൻ്റെ ഒക്കെ കേസ്. ആ ഷവലിൻ്റെലൊക്കെ ആൾ സ്റ്റോപ്പ് വാച്ചും കൊണ്ട് 10 വർക്കേഴ്സിന് 10 to 20 വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അവരെ വെച്ച് ദിവസങ്ങൾ ചെയ്തിട്ടാണ് ആൾക്ക് മോഷൻ സ്റ്റഡി ആൻഡ് ടൈം സ്റ്റഡി ഒക്കെ മനസ്സിലായത്. സോ ഇറ്റ് ക്യാൻ ബി ഓൺലി ഐഡൻറ്റിഫൈഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് റിഫ്ലക്ഷൻ. സെക്കൻഡ്, സീക്ക് ഫാക്ട്സ്. After problem identification, the manager should research and collect relevant information bearing on the problem. പ്രോബ്ലം നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്താൽ പിന്നെ മാനേജർ ഒരുപാട് റിസർച്ചും സാധനങ്ങളൊക്കെ നടത്തി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. എന്താ പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ചില ഇൻഫർമേഷൻസ് അപ്പോൾ തന്നെ കിട്ടുമായിരിക്കും, റെഡിലി അവൈലബിൾ ആയിരിക്കും. പക്ഷേ ചിലത് നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇറ്റ്സ് ടൈം ടേക്കിംഗ് പ്രോസസ്. തേർഡ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് പോസിബിൾ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇവിടെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യ ഒരു ടേമാണ്. അതായത് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഒന്നിലധികം മെത്തേഡ്സ് ഉണ്ടാവും. ആ ഒന്നിലധികം മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം ഒന്നിലധികം മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് പോസിബിൾ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഓൾട്ടർനേറ്റീവ് വേസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കുക, നമ്മൾ നോക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ഓൺലി റിയലിസ്റ്റിക് ആൻഡ് വേരിയബിൾ ഓൾട്ടർനേറ്റീവ്സ് ആർ ടു ബി കൺസിഡേർഡ്. റിയലിസ്റ്റിക് ആയ ഓൾട്ടർനേറ്റീവ്സ് മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ. They should be able to put into reality. They should be able to use in reality. Second one, time and cost constraints are to be taken into consideration. Time and cost are the most important factors. Minimum time and minimum cost ആണ് നമ്മൾ നോക്കേണ്ടത്. അതനുസരിച്ച് വേണം നമ്മൾ ഓരോ ഓൾട്ടർനേറ്റീവ് വേസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതനുസരിച്ച് വേണം ഓൾട്ടർനേറ്റീവ് വേസും ഐഡൻറ്റിഫൈ ചെയ്യാം. Third one, alternatives are developing ones. That means the alternative selected may not be the copy of old ones. അപ്പോൾ the alternative ways are developing ones. അത് ഒറ്റൊരെണ്ണം ഉണ്ടാവുള്ളൂ ഓൾട്ടർനേറ്റീവ് വേ, അതേപോലെ വേറെ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. Fourth one, the brainstorming and group participation techniques may be effectively used in developing alternatives. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ ടെക്നിക്സ് may be effectively used in developing alternatives. ഒരു ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒപ്പീനിയൻസ് കിട്ടും. അങ്ങനെ നമുക്ക് ഓരോ ഓൾട്ടർനേറ്റീവ് വേസും കിട്ടും. Fifth one, the negative aspect should not be avoided by listing the alternative course of action. അപ്പോൾ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കരുത്, നമ്മൾ നെഗറ്റീവ് വശങ്ങൾ എടുക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു എക്സാക്റ്റ് ഒരു രീതി നമുക്ക് മനസ്സിലാവുള്ളൂ. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ 3 പോയിൻറ്റ്സ് കഴിഞ്ഞു, the 3 steps കഴിഞ്ഞു. Now the fourth one, evaluation of alternatives. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ഓരോ ഓൾട്ടർനേറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഓരോ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. They are to be screened, analyzed and evaluated in terms of the likely outcomes. അപ്പോൾ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഓരോ ക്രൈറ്റീരിയസ് ഉണ്ട്. ഫസ്റ്റ് വൺ, എലമെൻറ്റ് ഓഫ് റിസ്ക്. സെക്കൻഡ്, എക്കോണമി ഓഫ് എഫേർട്ട്. തേർഡ്, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. ആൻഡ് ഫിഫ്ത്ത്, എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് എക്സെട്ര. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ 5th സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് എൻ ഓൾട്ടർനേറ്റീവ്. അപ്പോൾ നമ്മളൊരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇവാലുവേഷനിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയി സെലക്റ്റാണ് ചെയ്യുന്നത്. അതിനോട് പറയുന്നത് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഇസ് ടു സെലക്ട് ഫ്രം നമ്പർ ഓഫ് അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ്. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിലെ ഫൈനൽ സ്റ്റെപ്പാണ് ഇംപ്ലിമെൻറ്റേഷൻ. നമ്മൾ ഇത്ര നേരം കണ്ടുപിടിച്ച സ്റ്റെപ്പ് ഏത്? നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ബെസ്റ്റായത് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു വേ നമ്മളത് സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത വേ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതാണ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇത്രയാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിലെ സ്റ്റെപ്സ്.